ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായോ? ISROയിൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലിയാണ് വന്നിരിക്കുന്നത്. ഡ്രൈവർ, ഡ്രാഫ്റ്റ്മാൻ, സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ, നഴ്സ് തുടങ്ങിയ നൂറുകണക്കിന് ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ISRO ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണ വിവരം അടങ്ങിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും അതേപോലെ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിർദ്ദേശിക്കുകയും ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ അഥവാ ISROയിൽ വരുന്ന ജോലി ചെയ്യണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ, റേഡിയോഗ്രാഫർ, അന്തരീക്ഷ ശാസ്ത്രം, അതുപോലെ കാലാവസ്ഥാ ശാസ്ത്രം, ടെക്നീഷ്യൻ തുടങ്ങി 100-ലധികം ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിരിക്കുന്നത് ISRO. അപ്പോൾ ഈ ഒരു അപേക്ഷകർക്ക് ISRO.gov.in അല്ലെങ്കിൽ share.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2025 നവംബർ 14 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചെന്നൈയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലായിരിക്കും ജോലി ലഭിക്കുക. 2025 ഒക്ടോബർ 16 പുറത്തിറങ്ങിയ പുതിയ വിജ്ഞാപനമാണിത്. സമീപ വർഷങ്ങളിലെ ISROയുടെ ഏറ്റവും സമഗ്രമായ റിക്രൂട്ട്മെൻറ്റ് റൗണ്ടുകളിൽ ഒന്നാണിത്. സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ തസ്തികകളിലേക്ക് 56,100 രൂപ മുതലും അതേപോലെ 1,77,500 വരെയാണ് ശമ്പളം വരുന്നത്. ടെക്നീഷ്യൻ, ഡ്രാഫ്റ്റ്മാൻ, നഴ്സ്, ലൈബ്രറി അസിസ്റ്റൻറ്റ് എന്നീ തസ്തികകൾ 21,700 രൂപ മുതൽ 69,100 രൂപ വരെ ശമ്പളമായിട്ട് ലഭിക്കും. വിവിധ സംവരണങ്ങൾ കൂടി പരിഗണിച്ചാണ് നിയമനം. അപേക്ഷകരുടെ കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്, കൂടിയതാകട്ടെ 35 വയസ്സുമാണ്. അപേക്ഷകർ 750 രൂപ പ്രോസസ്സിംഗ് ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. സ്ത്രീകൾ, SC/ST, PWBD ഉദ്യോഗാർത്ഥികൾ, മുൻ സൈനികർ എന്നിവർക്ക് ഈ ഫീസ് പൂർണ്ണമായിട്ട് തിരികെ നൽകും. മറ്റ് അപേക്ഷകർക്ക് 500 രൂപയും പരീക്ഷയുടെ ശേഷം തിരികെ നൽകുന്നതാണ്. അതേപോലെ എഴുത്ത് പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ തസ്തികകളിലേക്ക് നിയമനം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ലൈബ്രറി അസിസ്റ്റൻറ്റ് A, ടെക്നീഷ്യൻ B, ഡ്രാഫ്റ്റ്മാൻ B തസ്തികകളിലേക്കുള്ള അഭിമുഖത്തിന് പകരമായിട്ട് സ്കിൽ ടെസ്റ്റ് ആയിരിക്കും നടക്കുക. സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർമാരുടെ SC തസ്തികയുടെ 23 ഒഴിവുകളും ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിൽ 28 ഒഴിവുകളുമാണുള്ളത്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് തസ്തികയിൽ 3 ഒഴിവുകളുമുണ്ട്. ടെക്നീഷ്യൻ B 70 തസ്തികകളും, ഫയർമാൻമാരുടെ 6 തസ്തികകളും, പാചകക്കാരുടെ 3 തസ്തികകളും, ഡ്രൈവർമാരുടെ 3 തസ്തികകളും, റേഡിയോഗ്രാഫറുടെ 1 തസ്തികയും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ITI ട്രേഡുകൾ, നഴ്സിംഗ് അല്ലെങ്കിൽ സപ്പോർട്ട് സർവീസുകൾ എന്നിവയിൽ പരിശീലനം നേടിയവർക്ക് ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടിയുടെ ഭാഗമാകാനുള്ള വിധത്തിലാണ് പുതിയ വിജ്ഞാപനം. BE അല്ലെങ്കിൽ BTech എഞ്ചിനീയറിംഗ്, നഴ്സിംഗിൽ ഡിപ്ലോമ, BSc, SSLC അല്ലെങ്കിൽ SSC ഉള്ള ITI, 10ാം ക്ലാസ് എന്നിവയാണ് വിവിധ തസ്തികകളിലേക്കുള്ള യോഗ്യതകളായി പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് വരുന്ന ഒഴിവുകൾ. ഇതിലേക്കായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 18 വയസ്സ് പൂർത്തിയായാൽ തീർച്ചയായിട്ടും ISROയിലേക്ക് നിങ്ങൾക്ക് ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.